നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ക്ലീനിങ് പ്രൊഡക്ട്സുകൾ, സോപ്പുകൾ, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ അവർ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇതിനെങ്ങനെ എഫക്റ്റീവായിട്ട് മാർക്കറ്റ് ചെയ്യാമെന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ മിസ്റ്റർ ക്ലീൻ എന്ന് പറയുന്ന ഈ ഹൗസ് ഹോൾഡ് ക്ലീനിങ് പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. അവർ ചെയ്ത വളരെ രസകരമായിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഗറില്ല മാർക്കറ്റിംഗ് ആണ് അവർ ഉപയോഗിച്ചൊരു ടൂൾ. ഗറില്ല മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അധികം കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. അതുകൂടാതെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ആൾക്കാർക്ക് ബ്രാൻഡിനെ എത്തിക്കുന്ന വളരെ രസകരമായിട്ടുള്ള മാർക്കറ്റിംഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സെഗ്മെന്റാണ് ഗറില്ല മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മിസ്റ്റർ ക്ലീൻ എങ്ങനെയാണ് ഗറില്ല മാർക്കറ്റിംഗ് ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജപ്പാനിൽ ഏറ്റവും റഷ് ആയിട്ടുള്ള കുറച്ച് സിറ്റീസ് എടുത്തു. അവിടെയുള്ള സീബ്ര ലൈനുകൾ ഉണ്ടാവുമല്ലോ, അതിൽ ഒരു ലൈൻ മാത്രം ഭയങ്കര ക്ലീൻ ആയി വൈറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഇവരുടെ ബ്രാൻഡ് ലോഗോ അറ്റ് എൻഡ് അവർ കൊടുത്തു. ഇതിങ്ങനെ പെട്ടെന്ന് ആ ഒരു റഷ് ആയിട്ടുള്ള സീബ്ര ലൈൻ ക്രോസിംഗ് അവരുടെ അറ്റൻഷൻ ഈ ഒരു പെർട്ടിക്കുലർ ലൈനിലേക്ക് പോവുകയും അത് ഓട്ടോമാറ്റിക്കലി അവരുടെ ഈ കമ്പനിയുടെ ബ്രാൻഡ് അവയർനെസ് കൂട്ടുകയും ചെയ്തു. ഏകദേശം 50% അധികം ബ്രാൻഡ് അവയർനെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രാറ്റജി കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ബ്രാൻഡ് അവയർനെസ് കൊണ്ട് എന്താ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ നിയർ ബൈ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ബ്രാൻഡ് പെട്ടെന്ന് അവരുടെ മൈൻഡിലേക്ക് സ്ട്രൈക്ക് ആവുകയും അത് അവരുടെ ബ്രാൻഡ് ട്രസ്റ്റ് ഇൻക്രീസ് ആവുകയും ചെയ്യും. ഇതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ കോസ്റ്റ് ഒന്നും വരാതെ നല്ല രീതിയിലേക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ മിസ്റ്റർ ക്ലീനിന്റെ ഏകദേശം 50%-ലധികം സെയിൽ വോളിയം വരും. നിയർ ബൈ ഹൈപ്പർ മാർക്കറ്റിലേക്ക് 50%-ലധികം സെയിൽ വോളിയം കൂട്ടാൻ വേണ്ടി ഗറില്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൊണ്ട് സാധിച്ചിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജികൾ ഉപകാരപ്പെടും എന്ന് തോന്നുന്നവരിലേക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്തു.